Hello everyone, welcome to the course on Electrical Drives Control for Automation. We are discussing Module 2. In Module 2, today we are entering to speed and torque characteristics of a DC motor and applications of DC shunt series and compound motors. DC motor characteristics. ഓക്കെ, നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ 3 ടൈപ്പ് DC മോട്ടറിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. ഏതൊക്കെയാണ്? ഷണ്ട് മോട്ടർ, സീരീസ് മോട്ടർ, അതുകൂടാതെ കോമ്പൗണ്ട് മോട്ടർ. ഓക്കെ, നമുക്ക് ഇതിൻ്റെയൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് അതിൻ്റെ പെർട്ടിക്കുലർ കർവിൽ നിന്നായിരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോട്ടോർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന്. ഓക്കെ, പ്രധാനമായിട്ടും 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് DC മോട്ടറിൻ്റെ കേസിൽ അനലൈസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറണ്ട്, അതിനെ നമ്മൾ ഇലക്ട്രിക്കൽ ക്യാര എന്ന് വിളിക്കും. ദെൻ സ്പീഡ് വേഴ്സസ് ആർമേച്ചർ കറണ്ട്. ഓക്കെ, ദെൻ സ്പീഡ് വേഴ്സസ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്, ദാറ്റ് ഈസ് എൻ വേഴ്സസ് ടി എ, അതിനെ നമ്മൾ മെക്കാനിക്കൽ ക്യാര എന്ന് വിളിക്കും. ഓക്കെ, കർവ് വരയ്ക്കാൻ നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത് വെച്ചതാണ്. അത് ആദ്യം ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ട് പോവാം. നമുക്കറിയാം ആർമേച്ചർ ടോർക്ക് ടി എ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 5 × IA ആണ്. ഓക്കെ, 5 എന്ന് പറയുന്ന ഫ്ലെക്സ് ആണ്, IA എന്ന് പറയുന്ന ആർമേച്ചർ കറണ്ട് ആണ്. ഓക്കെ, ആർമേച്ചർ കറണ്ട് ഇക്വേഷൻ V - EB/RA, ടെർമിനൽ വോൾട്ടേജ് ആണ് V, EB ബാക്ക് EMF ആണ്, RA ആർമേച്ചർ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, സ്പീഡ് N ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു EB/5. അത് EB എന്ന് പറയുന്ന ബാക്ക് EMF ആണ്, 5 എന്ന് പറയുന്നത് ഫ്ലക്സ് പെർ പോള്. ഓക്കെ, ആദ്യം നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ DC ഷണ്ട് മോട്ടോറാണ്. ഓക്കെ, DC ഷണ്ട് മോട്ടോർ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടോർ. എന്തുകൊണ്ടാണ് കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടോർ ആവാൻ കാര്യം? അതൊരു കോൺസ്റ്റന്റ് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെങ്ങനെ നമുക്ക് കോൺസ്റ്റന്റ് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയാൻ സാധിക്കും? നമുക്കറിയാം ഷണ്ട് വൈൻഡിങ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ മൈൻഡിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ആർമേച്ചറിന് പാരലായിട്ടാണ് ഞാൻ ഷണ്ട് വൈൻഡിങ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാനൊരു ഫിക്സഡ് ടെർമിനൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ആ വോൾട്ടേജ് തന്നെയാണ് ഈ ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിന് അക്രോസ് കിട്ടുന്നത്. ഓക്കെ, സോ ISH എന്ന് പറയുന്ന വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും, കാരണം ഒരു ഫിക്സഡ് വോൾട്ടേജ് ഫിക്സഡ് റെസിസ്റ്റൻസ് അക്രോസ് വരുമ്പോൾ ഈ ISHന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാം? ഫ്ലക്സ് കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഫ്ലക്സ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ അതൊരു കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടോർ എന്ന് പറയാം നമുക്ക്. ഓക്കെ, DC സീരീസ് മോട്ടോറിനെ കമ്പയർ ചെയ്യുമ്പം സ്റ്റാർട്ടിംഗ് ടോർക്ക് വളരെ കുറവുള്ള ടൈപ്പ് മോട്ടോഴ്സ് ആണ് DC ഷണ്ട് മോട്ടോർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അതിൻ്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ, ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറന്റ് ക്യാരക്ടറിസ്റ്റിക്സ്, ഞാനതിൻ്റെ വേറൊരു പേര് പറഞ്ഞു, ഇലക്ട്രിക്കൽ ക്യാര. ഓക്കെ, ടോർക്കും ആർമേച്ചർ കറണ്ടും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ആർമേച്ചർ ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് 5 × IA ആണ്. ഓക്കെ, DC ഷണ്ട് മോട്ടറിന്റെ കേസിൽ ഫ്ലക്സ് കോൺസ്റ്റന്റ് ആണ്, അതാണ് തൊട്ട് മുന്നേ പറഞ്ഞത് നമ്മൾ. സോ TA എന്ന് പറയുന്നത് ഏതിന് പ്രൊപ്പോർഷണലായി? IAക്ക് പ്രൊപ്പോർഷണലായി ആണല്ലോ. സോ TA എന്ന് പറയുന്നത് IAക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ എന്തായിരിക്കും? ടിഎയും IAയും തമ്മിലുള്ള കർവ് ഒരു ലീനിയർ വേരിയേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. എങ്ങനെയാണ് ലീനിയർ വേരിയേഷൻ? എന്താ നോക്കിയാൽ ടിഎയും IAയും വരച്ചാൽ ഇതാ ആ കർവ് എന്ന് പറയുന്നത് ഒരു ലീനിയർ വേരിയേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനിയുള്ളത് സെയിം ടൈപ്പ്, ഇതിന് നമ്മൾ ഷാഫ്റ്റ് ടോർക്ക് വരച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, സെയിം കർവിൽ തന്നെ നമ്മൾ വിത്ത് റെസ്പെക്റ്റു ആയിട്ട് ഷാഫ്റ്റ് ടോർക്ക് വരച്ചു എന്ന് വിചാരിക്കുക. ഈ ഷാഫ്റ്റ് ടോർക്ക് എന്ന് പറയുന്നത് എപ്പോഴും മാഗ്നിറ്റ്യൂഡ് കമ്പയർ ചെയ്യുമ്പോൾ ടിയേക്കാളും കുറവായിരിക്കും. എന്തുകൊണ്ടാണ് അത് കുറവാകാൻ കാര്യം? എഫക്റ്റീവ് സ്ട്രേ ലോസ് കാരണം. എന്താണ് സ്ട്രേ ലോസ് എന്ന് പറയുന്നത്? ഓക്കെ, മെക്കാനിക്കൽ ലോസിന്റെയും അയൺ ലോസിന്റെയും സമ്മാണ് സ്ട്രേ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, കർവ് അനലൈസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമുണ്ട്. ഷണ്ട് മോട്ടോറിന്റെ കേസിൽ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. എന്തുകൊണ്ടാണ്? സ്റ്റാർട്ടിങ്ങിൽ ആർമേച്ചർ കറണ്ടിന്റെ വാല്യൂ ഭയങ്കര കുറവാണ്. ഓക്കെ, അപ്പം ഇതാണ് ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ DC ഷണ്ട് മോട്ടോർ. ഓക്കെ, ഇനി അതുപോലെ സ്പീഡ് വേഴ്സസ് ആർമേച്ചർ കറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ DC ഷണ്ട് മോട്ടോർ. ഓക്കെ, സ്പീഡ് വേഴ്സസ് ആർമേച്ചർ കറണ്ട്. അപ്പം നമ്മൾ ഏത് റിലേഷൻ ആയിരിക്കും എടുക്കേണ്ടി വരിക? സ്പീഡിന് വിത്ത് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. എന്താണ് നമ്മൾ പഠിച്ച റിലേഷൻ? N ഈസ് പ്രൊപ്പോർഷണൽ ടു EB/5 എന്ന് കിട്ടും, ആണല്ലോ. അതിൽ 5 എന്ന് പറയുന്നത് ഫ്ലക്സ് പെർ പോൾ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഫ്ലക്സ് 5 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ്
അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും DC മോട്ടറിന്റെ കേസ്, DC ഷണ്ട് മോട്ടറിന്റെ കേസിൽ. ഓക്കെ, ബാക്ക് EMFും ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് വാല്യൂ തന്നെയാണ്. സോ N എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് നമുക്ക് പറയാൻ പറ്റും. അതായത് IA വേരി ചെയ്യുമ്പോൾ സ്പീഡിന്റെ വാല്യൂ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് DC ഷണ്ട് മോട്ടോർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് മോട്ടറാണ്. അതുകൊണ്ട് കർവ് വരച്ച എന്ത് കിട്ടും? IA കൂടുന്തോറും സ്പീഡിന് മാറ്റമൊന്നുമില്ല. അതാണ് ഐഡിയൽ കേസിൽ സംഭവിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഐഡിയൽ കേസിൽ സംഭവിക്കുന്ന കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതുകൂടാതെ പ്രാക്ടിക്കലി എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ബോധം വേണം. ഓക്കെ, നോക്കാം നമുക്ക്. ഞാൻ പറഞ്ഞു ഫൈ എന്തായാലും കോൺസ്റ്റന്റ് ആണ്. EB എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, EBയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? EB is equal to V minus IARA എന്നാണ്. ആണല്ലോ, EB is equal to V minus IARA. ഓക്കെ, അപ്പോൾ ഫൈ കോൺസ്റ്റന്റ് ആണെങ്കിൽ N is proportional to V minus IARA എന്ന് പറയാലോ. അപ്പൊ നമ്മൾ ലോഡ് കൂട്ടിക്കൊണ്ട് വരിക എന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് പറ്റും? IAയുടെ വാല്യൂ ഭയങ്കരമായിട്ട് കൂടുന്നു. ഓക്കെ, IAയുടെ വാല്യൂ കൂടുക എന്ന് പറഞ്ഞാൽ V മൈനസ് IARയിൽ IARയുടെ വാല്യൂ കൂടുക എന്നാണ് അതിന്റെ മീനിങ്. അപ്പം N ഈസ് പ്രൊപ്പോർഷണൽ ടു IARA ആണ്. IARയുടെ വാല്യൂ കൂടിയാൽ Nന്റെ വാല്യൂ എന്ത് ചെയ്യുന്നത്? കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു സ്മോൾ ഡിപ്പ് ഉണ്ടാവും. ആക്ച്വലി സ്റ്റഡി ആയിട്ട് പോകത്തില്ല, കുറച്ചൊരു ഡിപ്പ് കാണും. ഓക്കെ, അതെന്തുകൊണ്ടാണ്? ഈ IARA ഡ്രോപ്പ്, ആർമേച്ചർ റെസിസ്റ്റന്റ് ഡ്രോപ്പ് ആൻഡ് ആർമേച്ചർ റിയാക്ഷൻ ഡ്രോപ്പ് ഒക്കെ കൊണ്ടുണ്ടാവുന്ന ഒരു ചെറിയ ഡിപ്പ് കാണും. ഓക്കെ, പക്ഷെ പ്രാക്ടിക്കലി നമുക്കൊരു അതൊരു നെഗ്ലിജിബിൾ ടൈപ്പ്, അങ്ങനെ ഒരു പറയാൻ പറ്റുന്ന രീതിയിലൊരു കുറവല്ല. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി ഞാൻ പറഞ്ഞു EB എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ്, അപ്രോക്സിമേറ്റ്ലി കോൺസ്റ്റന്റ് തന്നെയാണ്. ഫൈ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ രണ്ടും ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയ സ്ഥിതിക്ക് N എന്ന് പറയുന്നത് നമുക്കൊരു കോൺസ്റ്റന്റ് തന്നെയാണ്. ഓക്കെ, അപ്പം വേരിയേഷൻ വരുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് എന്ത് സംഭവിക്കുന്നത്? N ചെറിയൊരു ഡിപ്പ് ഉണ്ടാവും. അത് നമ്മൾ ഈ റെഡ് മാർക്ക് ചെയ്ത് കാണിച്ചു. ഓക്കെ, സോ നമ്മൾ തിയററ്റിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതൊരു കോൺസ്റ്റന്റ് സ്പീഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന മോട്ടർ തന്നെയാണ്. ഓക്കെ, അപ്പം ആപ്ലിക്കേഷൻസ് വരുന്നത് ലെയ്ത്തിൽ, മെഷീൻ ടൂൾസിൽ, അവിടെയൊക്കെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്പീഡ് വേഴ്സസ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, സ്പീഡ് വേഴ്സസ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം ഈ കർവ് നമ്മൾ വരയ്ക്കുന്നത്, മെക്കാനിക്കൽ ക്യാരി എന്ന് വിളിച്ചു ഞാനിതിനെ. ഈ കർവ് നമ്മൾ വരയ്ക്കുന്നത് നമ്മൾ മുന്നേ വരച്ച രണ്ട് കർവിൻ്റെയും ബേസിക്സിൽ നിന്നാണ്. ഓക്കെ, ആർമേച്ചർ ടോർക്ക് ഇൻക്രീസ് ചെയ്യുമെന്ന് വിചാരിക്കുക. ടി ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്പീഡ് എന്താ സംഭവിക്കുക? സ്പീഡ് കുറയുകയല്ലേ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ആ സ്പീഡ് പെട്ടെന്ന് കുറയാൻ കാര്യം? ഓക്കെ, എന്തുകൊണ്ടാണ്? ഓമിക് ഡ്രോപ്പ് അല്ലെങ്കിൽ ആർമേച്ചർ റെസിസ്റ്റൻസ് ഡ്രോപ്പ് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? സ്പീഡ് പെട്ടെന്ന് കുറയാൻ കാര്യം. ഓക്കെ, ദാറ്റ് സ്പീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു EB by phi ആണ്. അതിൽ ഫ്ലക്സ് കോൺസ്റ്റന്റ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പം N എന്ന് പറയുന്നത് EBക്ക് പ്രൊപ്പോർഷണൽ ആണ്. അതായത് N കൂടുന്ന സമയത്ത്, N കുറയുന്ന സമയത്ത് എന്ത് പറ്റും? EBയുടെ വാല്യൂ കൂടും. ഓക്കെ, EB എന്താണ് ആക്ച്വലി? V മൈനസ് IARA ആണ്. ഓക്കെ, EB എന്ന് പറയുന്നത് V മൈനസ് IARA ആണ്. അപ്പം N ഈസ് പ്രൊപ്പോർഷണൽ ടു V മൈനസ് IARA എന്ന് പറയാം. സോ ഇത് മൂന്നും കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോർക്ക് എന്ന് പറയുന്നത് ഫൈ ഇൻറ്റു IAക്ക് പ്രൊപ്പോർഷണൽ ആണ്. അതിൽ ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമുണ്ട്. ഫൈ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് വാല്യൂ. ഓക്കെ, അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഒരു സ്ട്രെയിറ്റ്, അതായത് ഒരു ലീനിയർ വേരിയേഷൻ അല്ല, ഒരു കോൺസ്റ്റന്റ് വേരിയേഷൻ ആണെങ്കിൽ പോലും ഈ IARA ഡ്രോപ്പ് കാരണം, ഇവിടെ സംഭവിക്കുന്ന ഈ IARA ഡ്രോപ്പ് കാരണം ചെറിയൊരു ഡിപ്പ് ഉണ്ടാവും. ഇത് കുറച്ച് താഴത്തോട്ട് ഇറങ്ങി നിൽക്കും. സോ ഇതായിരിക്കും സ്പീഡ് വേഴ്സസ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ DC ഷണ്ട് മോട്ടോർ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ DC സീരീസ് മോട്ടോർ. ഓക്കെ, എന്താണ് DC സീരീസ് മോട്ടോർ? ആദ്യം അതിന്റെ കൺസ്ട്രക്ഷൻ നിങ്ങളുടെ മൈൻഡിൽ വരണം. അതായത് ഫീൽഡ് വൈൻഡിങ് എന്ന് പറയുന്നത് ആർമേച്ചറിന് സീരീസ് ആയിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? സീരീസ് ഫീൽഡ് കറണ്ടും ആർമേച്ചർ കറണ്ടും സെയിം ആണെന്ന് പറയാലോ. എന്തുകൊണ്ടാണ് അങ്ങനെ ആവാൻ കാര്യം? അതൊരു സീരീസ് കണക്ഷൻ ആണ്. ഓക്കെ, പിന്നെ അതുകൂടാതെ മെക്കാനിക്കൽ ലോഡ് നമ്മൾ ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോയാൽ എന്താ സംഭവിക്കുന്നത്? ആർമേച്ചർ കറണ്ടും ഇൻക്രീസ് ചെയ്യുമല്ലോ, കൂടും. കാരണം ഇതെല്ലാം പ്രോപ്പർലി സീരീസ് കണക്റ്റഡ് ആണ്. ഓക്കെ, അതുകൂടാതെ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും. എപ്പോഴ്? സീരീസ് ആർമേച്ചർ കറണ്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ? ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും ആർമേച്ചർ കറണ്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ. എന്തുകൊണ്ടാണ്? ആർമേച്ചർ കറണ്ട് കൂടുക എന്ന് പറഞ്ഞാൽ സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിലെ കറണ്ട് കൂടുക എന്നാണ് മീനിങ്. ഓക്കെ, പിന്നെ നമ്മൾ ഷണ്ട് മോട്ടോറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിംഗ് ടോർക്ക് സീരീസ് മോട്ടോറിന് ഭയങ്കര കൂടുതലായിരിക്കും.
ഓക്കെ, നമുക്കിനി നേരത്തെ വരച്ച പോലെ 3 കർവുകളും സീരീസ് മോട്ടറിന്റെ കേസിൽ ഒന്ന് വരയ്ക്കാം. ആദ്യത്തേത് ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ എപ്പോഴും പറയുന്ന റിലേഷൻഷിപ്പ് ടി എ ഇസ് പ്രൊപ്പോർഷണൽ ടു 5 × IA ആണല്ലോ. ടി എ ഇസ് പ്രൊപ്പോർഷണൽ ടു 5 × IA. ഓക്കെ, ഡി സി സീരീസ് മോട്ടോറിന്റെ കേസിൽ എന്ന് പറയുന്നത് ഏതിന് പ്രൊപ്പോർഷനാണ്? IAക്ക് പ്രൊപ്പോർഷനാണ്. ടിൽ മാഗ്നറ്റിക് സാച്ചുറേഷൻ, അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അതായത് മാഗ്നറ്റിക് സാച്ചുറേഷൻ എത്തുന്ന വരെ മാത്രമേ എന്ന് പറയുന്ന IAക്ക് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളൂ. സോ എന്ന് പറയുന്ന IAക്ക് പ്രൊപ്പോർഷണൽ ആയ ഇക്വേഷൻ എന്തായി? ആക്ച്വലി മാഗ്നറ്റിക് സാച്ചുറേഷൻ വരെ ടി എ ഇസ് പ്രൊപ്പോർഷണൽ ടു IA × IA, ദാറ്റ് ഈസ് ടി എ ഇസ് പ്രൊപ്പോർഷണൽ ടു IA² എന്ന് കിട്ടും ടിൽ മാഗ്നറ്റിക് സാച്ചുറേഷൻ. നോക്കിയതാ, അപ്പം IA² പ്രൊപ്പോർഷണൽ ആവും. ടി എ IA² പ്രൊപ്പോർഷണൽ ആവുക എന്ന് പറഞ്ഞ കർവ് വരച്ചാൽ ഒരു പരാബോള ഷേപ്പിലായിരിക്കും ആദ്യം സാച്ചുറേഷൻ പോയിന്റ് വരെ നിൽക്കുക. പക്ഷെ സാച്ചുറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടി എ എന്ന് പറയുന്ന IAക്ക് പ്രൊപ്പോർഷണൽ ആയിട്ട് കൂടിക്കോളും. സോ പിന്നെ ഒരു ലീനിയർ വേരിയേഷൻ ആയിരിക്കും കാണിക്കുന്നത്. സോ അപ് ടു സാച്ചുറേഷൻ പോയിന്റ് വി വിൽ ഗെറ്റ് ടി എ ഇസ് പ്രൊപ്പോർഷണൽ ടു IA² ആൻഡ് ആഫ്റ്റർ സാച്ചുറേഷൻ പോയിന്റ് വി വിൽ ഗെറ്റ് ദ കർവ് ആസ് ടി എ ഇസ് പ്രൊപ്പോർഷണൽ ടു IA. അപ്പോൾ ഇതാണ് ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ DC സീരീസ് മോട്ടോർ. ഇനി സ്പീഡ് വേഴ്സസ് ആർമേച്ചർ കറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ DC സീരീസ് മോട്ടോർ നോക്കാം. എന്താണ് റിലേഷൻഷിപ്പ്? നമുക്ക് ഓൾറെഡി അറിയാം. N എന്ന് പറയുന്നത് EB/φ ആണ്. ഓക്കെ, അതിൽ φ എന്ന് പറയുന്നത് ഏതിന് പ്രൊപ്പോർഷണൽ ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആർമേച്ചർ കറണ്ടിന് പ്രൊപ്പോർഷണൽ ആണ്. ഏത് വരെ? മാഗ്നറ്റിക് സാച്ചുറേഷൻ വരെ. ഓക്കെ, അപ്പം EB എന്ന് പറയുന്നത് നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ എടുത്താൽ N എന്ന് പറയുന്നത് ഏതിന് പ്രൊപ്പോർഷണൽ ആണ്? 1/IAക്ക് പ്രൊപ്പോർഷണൽ ആണ്. അതായത് സ്പീഡ് കൂടുമ്പം ആർമേച്ചർ കറണ്ട് കുറയും. ഓക്കെ, അല്ലെങ്കിൽ N ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു IA എന്നും പറയാം. സോ നമുക്ക് എന്ത് പറയാം? ഇങ്ങനെയുള്ള ഒരു വേരിയേഷൻ ആണ് കർവിൽ കിട്ടുന്നത്. ഓക്കെ, അതായത് ഇതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ IAയുടെ വാല്യൂ ഭയങ്കരമായിട്ട് കുറയുന്ന സമയത്ത് സ്പീഡിന്റെ വാല്യൂ ഭയങ്കരമായിട്ട് കൂടും. സോ നമുക്കൊരു കാര്യം പറയാം, ഈ മോട്ടോർ ഒരിക്കലും നോ ലോഡിൽ സ്റ്റാർട്ട് ചെയ്യില്ല. ഏത് മോട്ടോർ? DC സീരീസ് മോട്ടോർ. ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ബിഹേവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ DC സീരീസ് മോട്ടോർ നെവർ ബി സ്റ്റാർട്ടഡ് ഓൺ നോ ലോഡ്. ഓക്കെ, അതായത് സ്പീഡ് കൂടുമ്പോൾ ആർമേച്ചർ കറണ്ട് കുറയുന്നു. ആ ടൈപ്പ് ആയിരിക്കും സ്പീഡ് വേഴ്സസ് ആർമേച്ചർ കറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ DC സീരീസ് മോട്ടോർ നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി സ്പീഡ് വേഴ്സസ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്, മെക്കാനിക്കൽ ക്യാര എന്ന് വിളിക്കുക അതിനെ നമുക്ക്. ഓക്കെ, സ്പീഡ് വേഴ്സസ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, മുന്നത്തെ 2 ഇക്വേഷൻസും മുന്നത്തെ 2 കാര്യങ്ങളും അനലൈസ് ചെയ്യുക. ഓക്കെ, അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. സ്പീഡ് ഭയങ്കരമായിട്ട് കൂടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? EBയുടെ വാല്യൂ ഭയങ്കരമായിട്ട് കൂടുക എന്നാണ് മീനിങ്. ഓക്കെ, EB കൂടുക എന്ന് പറഞ്ഞാൽ ആർമേച്ചർ കറണ്ടിന്റെ വാല്യൂ കുറയാന്നാണ് മീനിങ്. ഓക്കെ, അപ്പൊ ടോർക്കിന്റെ വാല്യൂം കുറവായിരിക്കും. അപ്പൊ എന്താണ്? നമുക്ക് ഇത് മൂന്നും കണക്ട് ചെയ്താൽ സ്പീഡ് കൂടുക എന്ന് പറഞ്ഞാൽ ടോർക്ക് കുറവായിരിക്കും. അപ്പൊ എന്താണ്? ഈ ഷേപ്പിലായിരിക്കും വേരിയേഷൻ എന്ന് പറയുന്നത്. സ്പീഡ് കൂടുക എന്ന് പറഞ്ഞാൽ ടോർക്ക് കുറയുക. ഓക്കെ, സോ N വേഴ്സസ് TA വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോൾ പഠിച്ച 2 മോട്ടോഴ്സ് എന്ന് പറയുന്നത് DC സീരീസ് മോട്ടറും DC ഷണ്ട് മോട്ടറുമാണ് പഠിച്ചത്. ഓക്കെ, ഇനി നമ്മൾ കയറാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ DC കോമ്പൗണ്ട് മോട്ടോർ. ഓക്കെ, എന്താണ് കോമ്പൗണ്ട് മോട്ടർ? അവിടെ സീരീസ് ഫീൽഡ് വൈൻഡിങ്ങും ഉണ്ട്, ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങും ഉണ്ട്. ഓക്കെ, സീരീസ് ഫീൽഡ് വൈൻഡിങ്ങും ഉണ്ട്, ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങും ഉണ്ട്. ഓക്കെ, അതിൽ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് എന്ന് പറയുന്നത് ഓൾവേസ് സ്ട്രോങ്ങർ ദാൻ സീരീസ് ഫീൽഡ് വൈൻഡിങ് ആയിരിക്കും. ഓക്കെ, നമ്മൾ 2 രീതിയിൽ ഇതിനെ കണക്ട് ചെയ്യും. ഏതിനെ? കോമ്പൗണ്ട് മോട്ടറിനെ കണക്ട് ചെയ്യും. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടോർ, സെക്കൻഡ് വൺ ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടോർ. ഓക്കെ, ഈ സീരീസ് ഫീൽഡ് ഏത് ഷണ്ട് ഫീൽഡ് ആണെങ്കിലാണ് നമുക്ക് ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് സ്ട്രക്ചർ കിട്ടുന്നത്. സീരീസ് ഫീൽഡ് ഒപ്പോസിറ്റ് ഷണ്ട് ഫീൽഡ് സ്ട്രക്ചർ ആണെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടോർ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സീരീസ് ഫീൽഡ് ഷണ്ട് ഫീൽഡിനെ എയ്ഡ് ചെയ്യുമ്പോൾ ക്യുമുലേറ്റീവ്, ഈ ഫിഗർ എയിൽ കാണിച്ച പോലെ. സീരീസ് ഫീൽഡ് ഷണ്ട് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യുമ്പോൾ ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടോർ, ഈ ഫിഗർ ബിയിൽ കാണിച്ച പോലെ. ഓക്കെ, നമ്മൾ യൂഷ്വലി ഈ ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടോർ യൂസ് ചെയ്യില്ല. എന്തുകൊണ്ടാന്ന് വിചാരിച്ചാൽ ലോഡ് കൂടുന്തോറും അതിന്റെ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് പൂർ ആയിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. ഓക്കെ, നമുക്കത് പറയാം. ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് നമ്മളത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം. ഓക്കെ, അതിൽ ആദ്യത്തേത് ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ എൻ്റെ വേറൊരു പേര് പറഞ്ഞത് ഇലക്ട്രിക്കൽ ക്യാര. ഓക്കെ, ടോർക്ക് എന്ന് പറയുന്നത് ഏത്? നമ്മൾ ആദ്യം ക്യുമുലേറ്റീവിന്റെ കേസിൽ പറയാം. ക്യുമുലേറ്റീവ് എന്ന് പറയുമ്പോൾ സീരീസ് ഫീൽഡ് എന്ന് പറയുന്നത് ഷണ്ട് ഫീൽഡിനെ എയ്ഡ് ചെയ്യും. ഓക്കെ, സോ ടോർക്ക് ഓഫ് എ ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും.
ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് എ ഷണ്ട് മോട്ടോർ. ഓക്കെ, സീരീസ് മോട്ടറിനേക്കാളും കുറവാണെങ്കിൽ പോലും പക്ഷേ ഷണ്ട് മോട്ടോറിനേക്കാളും കൂടുതലായിരിക്കും ക്യുമുലേറ്റീവിന്റെ ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൂടാതെ ഡിഫറൻഷ്യലിന്റെ കേസിൽ നോക്കുവാണെങ്കിൽ എന്ത് കിട്ടും? ഡിഫറൻഷ്യലിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഷണ്ടിനേക്കാളും കുറവാണ്. ഓക്കെ, ടോർക്യാര എന്ന് പറയുന്നത് ഷണ്ടിനേക്കാളും കുറവാണ് ഒരു ഫിക്സഡ് വാല്യൂ ഓഫ് ആർമേച്ചർ കറണ്ടിന്റെ കേസിൽ. ഓക്കെ, സോ ക്യുമുലേറ്റീവിന്റെ കേസിൽ നമുക്ക് ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറന്റ് ക്യാര നമ്മൾ വരച്ചാൽ സീരീസ് ഫീൽഡിന്റെയും ഷണ്ട് ഫീൽഡിന്റെയും സീരീസ് മോട്ടറിന്റെയും ഷണ്ട് മോട്ടറിന്റെയും ഇടയ്ക്കായിട്ടായിരിക്കും നമുക്ക് ക്യാര കിട്ടുന്നത്. ഓക്കെ, ഡിഫറൻഷ്യൽ വരച്ചാൽ ഷണ്ടിനേക്കാളും താഴെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, സോ നമ്മൾ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല ഈ ഡിഫറൻഷ്യൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ നമ്മൾ സ്പീഡ് വേഴ്സസ് ആർമേച്ചർ കറന്റ് ക്യാര നോക്കിയാലോ? ഓക്കെ, സ്പീഡ് വേഴ്സസ് ആർമേച്ചർ കറന്റ് ക്യാര. ആദ്യം നമ്മൾ ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടർ നോക്കുക. ഓക്കെ, ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടർ ആണെങ്കിൽ എന്താണ് പറഞ്ഞത്? ഷണ്ട് ഫീൽഡ് ഫ്ലക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതുകൂടാതെ സീരീസ് ഫീൽഡ് ഫ്ലക്സ് പ്രൊപ്പോർഷണൽ ടു ആർമേച്ചർ കറണ്ട്. ഓക്കെ, ഷണ്ട് ഫീൽഡ് എപ്പോഴും 2 വൈൻഡിങ് ഓൾറെഡി കാണുമല്ലോ, അതിനകത്ത് ഷണ്ട് ഫീൽഡ് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അതുകൂടാതെ സീരീസ് ഫീൽഡ് ഫ്ലക്സ് എന്ന് പറയുന്നത് ഐക്ക് പ്രൊപ്പോർഷണൽ ആണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇനി എന്താണ് ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞത്? ഈ 2 ഫ്ലക്സും ആഡ്സ് ടുഗെദർ അല്ലെങ്കിൽ പരസ്പരം ഏഡ് ചെയ്യുന്ന രീതിക്കുള്ള സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ക്യുമുലേറ്റീവ് കോമ്പൗണ്ടിന്റെ കേസിൽ ഒരു കോൺസ്റ്റന്റ് ഷണ്ട് ഫീൽഡ് ഫ്ലക്സ് ആയിരിക്കും. സീരീസ് ഫീൽഡ് എന്ന് പറയുന്നത് ആർമേച്ചർ കറന്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സീരീസ് ഫ്ലക്സ് എന്ന് പറയുന്നത് ആർമേച്ചർ കറന്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. പിന്നെ ഈ 2 ഫ്ലക്സും തമ്മിൽ പരസ്പരം ആഡ് ചെയ്യും. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് പറയാം? സ്പീഡ് കുറയുന്നു എന്ന് വിചാരിക്കുക. സ്പീഡ് കുറയുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ആർമേച്ചർ കറണ്ട് കൂടുകയല്ലേ ചെയ്യുന്നത്. ഓക്കെ, അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാര്യം? ക്യുമുലേറ്റീവിന്റെ കേസിൽ ഫീൽഡ് കറണ്ട് ആ സമയത്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഫ്ലക്സും കൂടുക ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് പറയാം? ഇങ്ങനെയായിരിക്കും കർവ് കിട്ടുക. ഐ കൂടിയാൽ, അതായത് ഐ കൂട്ടും തോറും സ്പീഡ് കുറയുന്ന രീതിക്കായിരിക്കും നമുക്ക് ക്യുമുലേറ്റീവിന്റെ കേസിൽ എന്ത് കിട്ടുക? കർവിന്റെ ഷേപ്പ് കിട്ടുക. ഓക്കെ, അതുകൂടാതെ നമുക്ക് വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് നോ ലോഡ് സ്പീഡ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഒരു സീരീസ് മോട്ടോർ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് റണ്ണവേ സംഭവിക്കുന്ന പോലെ പെട്ടെന്ന് ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു റണ്ണവേ സംഭവിക്കില്ല. അതായത് പെട്ടെന്ന് ലോഡ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്ലിപ്പ് ഉണ്ടാവില്ല. ഓക്കെ, അതുകൂടാതെ നമുക്ക് വേറെ തരത്തിൽ പറഞ്ഞാൽ ഇത് നമുക്ക് നോ ലോഡിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സീരീസ് മോട്ടറിന്റെ കേസിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നില്ല അല്ലേ? അതെ. ഓക്കെ, ഇനി ഇതാണ് നമ്മളെ ക്യുമുലേറ്റീവ് കോമ്പൗണ്ടിന്റെ ക്യാര എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് വേണം? ഡിഫറൻഷ്യലി കോമ്പൗണ്ടിന്റെ ക്യാര വേണം. ഓക്കെ, ഡിഫറൻഷ്യലി കോമ്പൗണ്ടിന്റെ ക്യാര നിങ്ങൾ നോക്കിയാൽ മുകളിലോട്ടാ പോകുന്നത്. സ്പീഡ് വേഴ്സസ് ആർമേച്ചർ കറന്റ് ക്യാര മുകളിലോട്ടാ പോകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ മുകളിലോട്ട് പോകാൻ കാര്യം? നമുക്കറിയാം, ഒരു ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ഡി സി മോട്ടർ ആണെങ്കിൽ ഷണ്ട് ഫീൽഡ് ഫ്ലക്സ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, പിന്നെ പറയാം നമുക്ക് സീരീസ് ഫീൽഡ് ഫ്ലക്സ് എന്ന് പറയുന്നത് ആർമേച്ചർ കറണ്ടിന് പ്രൊപ്പോർഷണൽ ആണ്. പിന്നെ ഇത് രണ്ടും ഒപ്പോസിറ്റ്സ് ഈച്ച് അതർ ആണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ അതിനെ ഡിഫറൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഐ കൂടുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്? ഫ്ലക്സ് കുറയുക ചെയ്യുന്നത്. ഓക്കെ, ഫ്ലക്സ് കുറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? സ്പീഡ് ഇൻക്രീസ് ചെയ്യില്ലേ ചെയ്യുന്നത്? എൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ഇ ബി ബൈ 5. ഓക്കെ, അതായത് ഐ കൂടുമ്പോൾ ഫ്ലക്സ് കുറയും, ഫ്ലക്സ് കുറഞ്ഞാൽ സ്പീഡ് കൂടും. ഓക്കെ, അപ്പം സ്പീഡ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താ പറ്റുക? മെഷീൻ ലോഡ് കൂടുന്തോറും എന്ത് സംഭവിക്കുന്നു? മെഷീൻ അൺസ്റ്റേബിൾ റീജിയനിലോട്ട് കയറിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? റണ്ണവേ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് ആർമേച്ചർ നമ്മൾ കറണ്ട് കൂടുന്നതിനനുസരിച്ച് എന്ത് പറ്റും? സ്പീഡ് കൂടി വരും. ഓക്കെ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ റെയർലി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് സ്പീഡ് വേഴ്സസ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, സ്പീഡ് വേഴ്സസ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, നമുക്ക് ആക്ച്വലി മുന്നേ ഉള്ള 2 കർവിൽ നിന്ന് കിട്ടും ഇത്. അതായത് നമ്മൾ മുന്നേ പഠിച്ച 2 കർവ്, സ്പീഡ് വേഴ്സസ് ആർമേച്ചർ കറണ്ടും ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറണ്ട് കർവിൽ നിന്നാണ് ആക്ച്വലി സ്പീഡ് വേഴ്സസ് ടോർക്ക് കർവ് നമ്മൾ എത്തുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക്. സ്പീഡ് ടോർക്ക് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് സ്പീഡ് ഡിഫറൻഷ്യലി കോമ്പൗണ്ടിന്റെ കേസിൽ കൂടിക്കൊണ്ട് വെക്കുക ചെയ്യുന്നത്. ക്യുമുലേറ്റീവിന്റെ കേസിൽ ഇതുപോലൊരു വേരിയേഷനാണ് കാണിക്കുന്നത്. നമ്മൾ ആക്ച്വലി മറ്റു മോട്ടോഴ്സുമായിട്ട് കമ്പയർ ചെയ്താൽ, ഓക്കെ, സീരീസ് ഷണ്ട് മോട്ടറുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, സ്പീഡ് എന്ന് പറയുന്നത്, അതായത് സ്പീഡ് കൂടുന്ന നമുക്ക് സീരീസ് മോട്ടർ ആണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്? സ്പീഡ് കൂടുമ്പോൾ ടോർക്ക് കുറഞ്ഞു വരിക ചെയ്യുന്നത്. ഷണ്ടിന്റെ കേസിൽ സ്പീഡ് കൂടുമ്പോൾ ടോർക്കിന് ഒരു ചെറിയ വേരിയേഷൻ. ഓക്കെ,
ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആണ്. പിന്നെ എന്തെങ്കിലും ഡ്രോപ്പ് ഒക്കെ വന്നാൽ കുറച്ച് താഴത്തോട്ട് ഇറങ്ങി നിൽക്കും. ഓക്കെ, അപ്പോൾ ഷണ്ടിന്റെയും സീരീസിന്റെ ഇടയ്ക്കാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ക്യുമുലേറ്റീവിന്റെ ക്യാര കിട്ടുന്നത്. ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പുറത്തോട്ട് പോകുന്ന സ്ട്രക്ചറാണ്. ഓക്കെ, അതായത് സ്പീഡ് ടോർക്ക് കൂടുന്നതനുസരിച്ച് സ്പീഡ് കൂടുക, അതായത് റണ്ണവേ സംഭവിക്കുക എന്നുള്ള മീനിങ്ങാണ്. സോ നമ്മൾ അധികം പ്രിഫർ ചെയ്യാറില്ല ഇങ്ങനെ ഒരു മോട്ടർ, ഇങ്ങനെ ഒരു കണക്ഷൻ നമ്മൾ പ്രിഫർ ചെയ്യാറില്ല. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡി സി മോട്ടറിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം ഇനി നമ്മൾ കൃത്യമായിട്ട് അറിയാനുള്ളത് ഏതൊക്കെ ഇങ്ങനെയുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ചൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഡി സി ഷണ്ട് മോട്ടോർ. ഷണ്ട് മോട്ടോർ എന്ന് പറയുമ്പം മൈൻഡിലുണ്ടാവണം, ആർമേച്ചറിന് ഷണ്ടായിട്ടാണ് ഞാൻ ഷണ്ട് വൈൻഡിങ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഫ്ലക്സ് ഈസ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ്. അപ്പോൾ എന്താണ് അവിടെ മീനിങ് കിട്ടുന്നത്? സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, പക്ഷേ സ്റ്റാർട്ടിംഗ് ടോർക്ക് സീരീസിനെ കമ്പയർ ചെയ്യുമ്പം കുറവാണ്. സോ നമുക്ക് എന്ത് പറയാം? മീഡിയം സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിത് കോൺസ്റ്റന്റ് സ്പീഡ് ആപ്ലിക്കേഷൻസിനെല്ലാം യൂസ് ചെയ്യും. എവിടെയൊക്കെയാണ്? ലെയ്ത്ത്, സ്പിന്നിങ് മിൽസ്, വുഡൻ പ്ലാനേഴ്സ്, then machine tools, blowers and fans, reciprocating pumps, drills, weaving machine, etc. ഓക്കെ, ഡി സി സീരീസ് മോട്ടറിലോട്ട് വരുവാണെങ്കിൽ അതൊരിക്കലും കോൺസ്റ്റന്റ് സ്പീഡ് അല്ല, ഇറ്റ് ഈസ് വേരിയബിൾ സ്പീഡ്. കൂടാതെ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഭയങ്കര കൂടുതലുള്ള ടൈപ്പ് ഓഫ് മെഷീനാണ് സീരീസ് മോട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ട്രാക്ഷൻ ആപ്ലിക്കേഷൻ, ട്രോളി കാർ, ക്രെയിൻസ് ആൻഡ് ഹോയ്സ്, കൺവേയേഴ്സ്, കംപ്രസേഴ്സ്, സ്റ്റീൽ മിൽസ്, എസ്കലേറ്റേഴ്സ്, അവിടെയൊക്കെയാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡി സി ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടോർ ആണെങ്കിൽ വേരിയബിൾ സ്പീഡാണ്. ആക്ച്വലി സീരീസ് മോട്ടറായിട്ട് കുറേ സാമ്യമുണ്ട്, വേരിയബിൾ സ്പീഡ് തന്നെയാണ്. പിന്നെ അഡ്ജസ്റ്റബിൾ വേരിയിങ് സ്പീഡ്, അതെന്ത് പറയുകയെന്ന് വെച്ചാൽ നമുക്ക് ഈ വേരിയിങ് സ്പീഡിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രക്ചറാണ്. കാരണം ഷണ്ടിനെയും സീരീസിൻ്റെയും നടുവിലാണ് ഈ ക്യുമുലേറ്റീവിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും കിട്ടുന്നത്. സോ നമുക്ക് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് എന്നും പറയാൻ പറ്റത്തില്ല, വേരിയബിൾ എന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ രണ്ടിനും നടുക്കായതുകൊണ്ട് നമുക്ക് സ്പീഡ് ഭയങ്കരമായിട്ട് വേരി ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, ഏത് കേസിൽ? ഹൈ ടോർക്ക് ലോഡ് സച്ച് ആസ് ഷിയേഴ്സ് ആൻഡ് പഞ്ചസ്, പ്രസസ്, എലിവേറ്റേഴ്സ് ആൻഡ് റോളിംഗ് മിൽസ് ഒക്കെ. അത്തരം ആപ്ലിക്കേഷൻസിൻ്റെ കേസിലാണ് നമ്മൾ ഡി സി ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടോർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചത് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡി സി മോട്ടോഴ്സ് ആണ്. അതിൽ സീരീസ് മോട്ടോർ പഠിച്ചു, ഷണ്ട് മോട്ടോർ പഠിച്ചു, കോമ്പൗണ്ട് പഠിച്ചു, അതിൽ തന്നെ ക്യുമുലേറ്റീവും പഠിച്ചു, ഡിഫറൻഷ്യലും പഠിച്ചു. ഓക്കെ, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. PPT ഒന്നുകൂടെ കാണാം, വീഡിയോസ് ഒന്നുകൂടെ കണ്ടു നോക്കുക. താങ്ക് യു.